ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ന്യൂസ് പേപ്പർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാധ്യമം 29 ഞായർ 2024 ന്യൂസ് പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. മാധ്യമ ന്യൂസ് പേപ്പറാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പേജ് തന്നെ ഉള്ളത് നമ്മുടെ മൻമോഹൻ സിംഗ്, പ്രധാനപ്പെട്ട വ്യക്തിയായ മൻമോഹൻ സിംഗ് വിടവാങ്ങിയതിനെ കുറിച്ചുള്ള വാർത്തയാണ്. അതിൽ നോക്കാറുള്ളത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം നിഗം ബോധ്ഘട്ടിൽ അഗ്നി ഏറ്റുവാങ്ങി. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്ന് പറയുന്നത് തന്നെ വലിയ വിഷമം ഉളവാക്കുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ഒരു കാലത്തെ സാമ്പത്തിക നില ഇത്രയും മെച്ചപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ കഴിവ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ കുറച്ച് കൂടുതൽ പഠിക്കാനും നമ്മൾ മനസ്സിലാക്കാനും കൂടി ശ്രമിക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രമല്ലാതെ. മാധ്യമത്തിൽ മറ്റ് പ്രധാന വാർത്തകളൊന്നുമില്ല, എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാർത്തകളാണ് നമ്മളിന്ന് പറഞ്ഞത്. ഒന്ന് മൻമോഹൻ സിംഗിൻ്റെ വിടവാങ്ങലായിരുന്നു. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. രണ്ടാമത്തത് സൂചിയില്ലാ സിറിഞ്ച് കണ്ടുപിടിച്ച് ബോംബെ IIT എന്നുള്ള വാർത്തയാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് പത്രം നമുക്ക് ആ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം. സൂചി കുത്തലിൻ്റെ വേദനയില്ലാതെ മരുന്ന് ശരീരത്തിലെത്തിക്കുന്ന സിറിഞ്ച് കണ്ടുപിടിച്ച് ബോംബെ IIT എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. കണ്ടുപിടിച്ചാരാണെന്നുള്ളത് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഷോക്ക് സിറിഞ്ച് തൊലിക്ക് നാശം വരുത്തുകയോ അണുബാധ ഉണ്ടാക്കുകയില്ല. ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നതിന് പകരം ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഊർജ സമ്മർദ്ദ തരംഗങ്ങളിലൂടെയാണ് ഷോക്ക് വേവ്സ് സിറിഞ്ചിലെ മരുന്ന് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. യഥാർത്ഥത്തിൽ തലമുടിയുടെ വീതിയുള്ള ചെറിയ മുറിവ് ഉണ്ടാകുന്നുവെങ്കിലും അത് വേദന ഉണ്ടാക്കുന്നില്ല. ബോൾ പോയിൻ്റ് പേനയേക്കാൾ അല്പം നീളം കൂടിയതാണ് പുതിയ സിറിഞ്ച്. ഇതിൻ്റെ ഒരു ഭാഗത്ത് സമ്മർദ്ദമേറിയ നൈട്രജൻ വാതകമാണ് ഉപയോഗിക്കുന്നത്. സമ്മർദ്ദത്തിലൂടെ മരുന്ന് ശരീരത്തിലേക്ക് കയറുമ്പോൾ കുത്തിവെച്ചതായി അറിയുക പോലുമില്ല. അതേസമയം ഷോക്ക് സിറിഞ്ച് ഉടൻ വിപണിയിലെത്തിക്കാൻ സാധ്യതയില്ല. എലികളിൽ പരീക്ഷിച്ച് വിജയിച്ചെങ്കിലും മനുഷ്യരിൽ പരീക്ഷിച്ച് വേണ്ട മാറ്റം വരുത്തുകയും നിയന്ത്രണ അതോറിറ്റികളുടെ അംഗീകാരം ലഭിക്കുകയും വേണം. താങ്ങാൻ കഴിയുന്ന വിലയിൽ ലഭ്യമാക്കാനും കഴിയണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻ്റ്. IIT ബോംബെയാണിത് കണ്ടുപിടിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് അടിസ്ഥാനമാക്കിയുള്ള ഷോക്ക് സിറിഞ്ച്. അപ്പോൾ ഇന്നത്തെ മാധ്യമ പത്രത്തിൽ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള കറണ്ട് അഫെയറൊക്കെ നമുക്ക് ചാനലിൽ തന്നെ ചർച്ച ചെയ്യാം. നമുക്കൊരു ടെലിഗ്രാം ചാനൽ കൂടിയുണ്ട്, അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇതും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്കും നന്ദി, നമസ്കാരം.